നമസ്കാരം. എൻ്റെ പേര് തന്മയ KP. കൊയ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. യുവജനം ഗ്രന്ഥാലയം പെരിങ്ങോന്ന് എന്ന വായനശാലയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നിന്ദിതരും പീഡിതരും എന്ന പുസ്തകമാണ് ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് എന്ന ഡോസ്റ്റോയെവ്സ്കിയുടെ അതിപ്രസിദ്ധമായ നോവൽ നിന്ദിതരും പീഡിതരും എന്ന പേരിൽ NK ദാമോദരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മനുഷ്യാവസ്ഥയുടെ ദാരുണവും സങ്കീർണവുമായ അനുഭവങ്ങളുടെ സത്യസന്ധതയാണ് ഈ നോവലിനെ ശ്രദ്ധേയമാക്കുന്നത്. വാനിയ എന്ന സാഹിത്യകാരൻ്റെ ആത്മാവിഷ്കാരത്തിലൂടെയാണ് ഈ നോവൽ കടന്നു പോകുന്നത്. ജെർമി സ്മിത്ത് എന്ന വൃദ്ധൻ്റെയും അദ്ദേഹത്തിൻ്റെ നായ അസോർക്കയുടെയും ഇവരെ അന്വേഷിച്ചെത്തുന്ന എലീന എന്ന 13-കാരിയുടെയും ദുരിതപൂർണമായ ജീവിതം ഈ നോവൽ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. വാനിയെ എടുത്തു വളർത്തിയ നിക്കോള സെർജിവിച്ച്, അന്ന ആന്ദ്രേന്യ എന്നിവരുടെ മകളായിരുന്ന നടാഷയുടെ പ്രണയവും പ്രണയനൈരാശ്യവും ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട്. നടാഷയെ നഷ്ടപ്പെട്ട നിക്കോളെ സെർജിവിച്ചും അന്ന ആന്ദ്രേനയും നെല്ലി എന്ന പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. നെല്ലി ഇവരുടെ അടുക്കൽ ഉണ്ടെങ്കിലും അതികഠിനമായ രോഗം അവൾക്കുണ്ടെന്ന് ഡോക്ടർ വിധി എഴുതുന്നു. അവളുടെ ആസന്നമായ മരണത്തെയും ഡോക്ടർ പ്രവചിക്കുന്നു. ഇതിനിടയിൽ നടാഷ തൻ്റെ മാതാപിതാക്കളിൽ അഭയം പ്രാപിക്കുന്നു. വാനിയ തൻ്റെ ഒരു സുഹൃത്ത് മുഖേന നെല്ലിയുടെ പിതാവ് പ്രിൻസ് ആണെന്ന് അറിയുന്നു. ഇക്കാര്യം നെല്ലിയുടെ അമ്മ പറഞ്ഞ് നെല്ലിക്ക് അറിയാമായിരുന്നു. നെല്ലി ഇതുപോലെ സൂക്ഷിച്ചിരുന്ന തൻ്റെ അമ്മ അവസാനമായി പ്രിൻസിന് എഴുതിയ കത്ത് മരണസമയത്ത് വാനിയയെ ഏൽപ്പിക്കുന്നു. അയാളെ ശപിച്ചുകൊണ്ട്, അഥവാ തൻ്റെ പിതാവിനെ ശപിച്ചുകൊണ്ട് മരണമടയുന്ന ഒരു കുട്ടിയുടെ പീഡനാനുഭവങ്ങളാണ് ഈ കഥയെന്ന് പറയാം. സ്നേഹം കൊണ്ട് മുറിവേക്കപ്പെട്ടവരുടെയും മുറിവേക്കപ്പെടാൻ ആഗ്രഹിച്ചവരുടെയും കഥയാണിത്. സരളമായ രീതിയിലും ലളിതമായ ഭാഷയിലും ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.